ഹലോ ഗേയ്സ്, എൻ്റെ മണിക്കുട്ടന് വയ്യാതെയായിട്ട് ഞാൻ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. വൈറൽ ഇൻഫെക്ഷനായിട്ട് കൊണ്ടുവന്നതാണ്, ഗ്യാസ് ഫോമായിട്ട്. അപ്പോൾ 2-3 ദിവസമായിട്ട് നമുക്ക് റീൽസും കാര്യങ്ങളൊന്നും ഇടാനും പറ്റുന്നില്ല. ഇനിയിപ്പോൾ അവന് കുറഞ്ഞിട്ടുണ്ട് അസുഖമല്ല. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ മോൻ്റെ അടുത്തുനിന്ന് മാറാറില്ലായിരുന്നു. ഇന്ന് വെറുതെ ഒന്ന് നോക്കാൻ പോയതാണ്. വളരെയധികം സൗകര്യമുള്ള ഹോസ്പിറ്റലാണ്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും രാജഗിരി ഹോസ്പിറ്റലിലത്തെ സേവനങ്ങളും മറ്റുള്ള കാര്യങ്ങളും അറിയുന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ മോനെക്കുറിച്ച് ഇടുന്നത് ആരുടെയും അനുകമ്പ കിട്ടാൻ വേണ്ടിയല്ല. ഞാനിവിടെ വന്നപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചു എന്ന് മാത്രം. യാതൊരു തരത്തിലും അങ്ങനെയുള്ളൊരു അനുകമ്പ നമുക്ക് ആവശ്യപ്പെടുന്നില്ല കേട്ടോ. പിന്നെ നഴ്സിംഗ് കെയറിങ് വളരെയധികം സപ്പോർട്ടാണ്. അവരുടെ സപ്പോർട്ട് എനിക്ക് വളരെയധികം അത്ഭുതം തോന്നിച്ചു. എനിക്കിങ്ങനെ മോനെ കൊണ്ടുവന്നാലും മറ്റുള്ള ഹോസ്പിറ്റലിനേക്കാളും കൂടുതൽ കെയറിങ് ഇവിടെ നിന്ന് എനിക്ക് ലഭിച്ചു. ഒരുപാട് തിക്കും തിരക്കും ബഹളങ്ങളോ ഒന്നുമില്ല. വിസിറ്റേഴ്സൊക്കെ വളരെയധികം കുറവാണ്. നമുക്ക് എന്താ പറയുക, ഒരു വളരെയധികം ശാന്തത തോന്നിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഏറ്റവും എനിക്ക് സന്തോഷമായത് നഴ്സിങ്ങിൻ്റെ കെയറിങ് സപ്പോർട്ട്, അത് വളരെയധികം ഉണ്ട്. മണിക്കൂട്ടൻ ഇങ്ങനെയാണെങ്കിലും എനിക്ക് അതിനായിട്ട് അവരുടെ സപ്പോർട്ട് ഒരുപാടധികം ലഭിച്ചു. അപ്പോൾ നിങ്ങളും ഇതേപോലെ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ, പേയ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കരുത്. ഹോസ്പിറ്റലിൽ വന്നാൽ അതിൻ്റേതായി ഒരുപാട് ഹെൽപ്പുകൾ ഇവിടെ കിട്ടുന്നതാണ്. ഞാൻ രാജഗിരി ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ മോനെ കൊണ്ടുവരുന്നത്. എനിക്ക് അതേപോലെ പെട്ടെന്ന് അസുഖം മാറി മോനെ കൊണ്ടുപോകാനും സാധിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 4 ദിവസമേ കിടന്നുള്ളൂ. അതിനുള്ള എനിക്ക് എൻ്റെ മോൻ്റെ ഹെൽത്ത് പ്രോബ്ലം എല്ലാം പെട്ടെന്ന് മാറി ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ സാധിച്ചു. ഇനിയുള്ള വിശേഷം നമുക്ക് നാളെ പറയാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.